My dear students, the next chapter we are going to study, it is the fifth chapter, that is the food for health. Okay, to the conversation between the two students, we can see what they are saying. What I like very much is noodles, fried rice, fried chicken and ice cream. But my mother mostly prepares sambar and avial and sometimes fish curry too. അല്ലേ? അപ്പോൾ പയ്യൻ എന്താ പറയുന്നത്, അവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ അവന്റെ അമ്മ ഉണ്ടാക്കണതോ നേരെ ഓപ്പോസിറ്റ് അല്ലേ, സാമ്പാറും അവിയലൊക്കെയാണ് അമ്മ ഉണ്ടാക്കുന്നത്. കുട്ടിക്ക് ഇഷ്ടം ഫ്രൈഡ് റൈസും ഫ്രൈഡ് ചിക്കണും ഐസ്ക്രീം ഒക്കെയാണ്. അപ്പം മറ്റേ ആൾ എന്താ പറയുന്നത്, എന്റെ വീട്ടിലും ഇതന്നെ അവസ്ഥ. This case, the case is the same in my home too. We mostly prepare dishes with yam, amaranthus, ചേനക്കറിയും ചീരയും ഒക്കെ മുരിങ്ങ ഇലകളാണ് എന്റെ വീട്ടിലുള്ളത്. Now what is the case in your house? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്? Categorize food items into those you like and those you do not like. അപ്പൊ ഇതിനെ വേർതിരിക്കുക, എങ്ങനെ, നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തവയും. Do you think that we need to eat only food items we like? അപ്പൊ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് മാത്രമാണോ നമ്മൾ കഴിക്കേണ്ടത്? In our food, നമ്മുടെ ഭക്ഷണത്തിൽ we feel tired and weak if we don't have food even once, അല്ലേ? നമുക്ക് ക്ഷീണവും തളർച്ചയും ഉണ്ടാവും. എന്താവും, നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ എന്താ, ക്ഷീണവും തളർച്ചയും വരും. Why do we have food? നമുക്ക് എന്തുകൊണ്ടാണ് ഭക്ഷണം എടുക്കേണ്ടത്? To acquire immunity, അല്ലേ? പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കേണ്ടത്. What is the problem if we take only one type of food? അപ്പൊ നമ്മൾ ഒരു തരത്തിലുള്ള ഭക്ഷണം മാത്രം, ഒരു ടൈപ്പുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ എന്താ സംഭവിക്കുക? Let us find out the things that our body receives from the food we take. അപ്പൊ നമ്മുടെ ദേഹത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. Okay, let us see what this have to say. അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് നോക്കാം. നെല്ല് എന്താ പറയണത്? This include us in your diet. അപ്പൊ this is telling, please include me in your diet. We have plenty of carbohydrate, അല്ലേ? റൈസിന് എന്താ ഉള്ളത്? It is having plenty of carbohydrates. Fishino, we are full of proteins. Then next is coming is the coconut oil. Coconut oil, what it is containing? We have containing a lot of fat. Then we provide mineral salts and minerals. Fruits and vegetables എന്താ provide ചെയ്യുന്നത്? Mineral salts and vitamins. So let us see this table. What is it is given? Rice, what it include? It include carbohydrate, fish, protein, oil, fat. Fruits and vegetables, it contains salts and vitamins. So what is the need of including carbohydrate in your diet? Which food item contain carbohydrate in plenty? അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്താൻ കാരണം എന്താണ്? പിന്നെ ഏത് ഭക്ഷണ പദാർത്ഥമാണ് കൂടുതലായിട്ട് ഉള്ളത്? അപ്പൊ നോക്കാം. കാർബോഹൈഡ്രേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇറ്റ്സ് ചീഫ് ഫംഗ്ഷൻ ഈസ് ടു പ്രൊവൈഡ് എനർജി ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഈസ് ടു പ്രൊവൈഡ് എനർജി, അല്ലെ? എനർജി പ്രൊവൈഡ് ചെയ്യുക എന്തിനാണ്? ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിന് വേണ്ടിയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യുക. സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് ആൻഡ് സെല്ലുലോസ് ആർ ഡിഫറെന്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, അല്ലെ? അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ വേറെ ഫോമുകൾ ഏതൊക്കെയാണ്? സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ് ആൻഡ് സെല്ലുലോസ്. കാർബോഹൈഡ്രേറ്റ് ഈസ് പ്രസന്റ് ഇൻ പ്ലെന്റി ഇൻ എന്തിലൊക്കെയാണ്? ഇൻ cereals and tubers. That is those it is growing under the underground. Okay, energy we need to work mainly comes from, അല്ലെ? നമുക്ക് വർക്ക് ചെയ്യാനുള്ള ശക്തിയൊക്കെ എവിടുന്ന ലഭിക്കുന്നത്? നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് ലഭിക്കുന്നത്, അന്നജം. ഡു വി പെർഫോം ദ ആക്ടിവിറ്റീസ്? ധാന്യകം. ഓക്കെ, that is shown in the picture. What are the other activity we engage ourselves? വേറെ ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് നമ്മൾ ഇൻവോൾവ് ആയിരിക്കുന്നത്? Don't we need a lot of energy to, അല്ലേ? നമുക്ക് കുറെ ശക്തി വേണം, ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ധാരാളം ശക്തി വേണം. Which is the food item that constitute the major part of the diet? അപ്പൊ ഏത് ഭക്ഷണ സാധനമാണ് നമുക്ക് കൂടുതലായിട്ട് ഡയറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? Why do you include this item in higher quantity? അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത്? Write down your findings in the, അപ്പൊ ഇത് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതുക. Which among the following food item will you include in your diet? If you avoid rice for a day,
റൈസ് ഒരു ദിവസം ഒഴിവാക്കുകയാണെങ്കിൽ, റൈസ് എന്ന് പറയുന്നത് എന്താ, കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ഒഴിവാക്കുകയാണെങ്കിൽ അതിന്റെ പകരം നമ്മൾ എന്താ ചേർക്കുക, ദാറ്റ് ഈസ് tapioca, because it is underground the soil, so it contains carbohydrate. How can we detect the presence of starch in food? Starch ഭക്ഷണത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഡിറ്റക്ടിങ് സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യാൻ. മെറ്റീരിയൽ റിക്വയർഡ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യം? ടെസ്റ്റ് ട്യൂബ്, റൈസ് ഗ്രോൽ, dilute iodine solution. So 3 requirements are needed. That is test tube is needed, and rice gruel means starch water, that is kanji vellam, and dilute iodine solution. Procedure and that, take some rice gruel in a test tube, add to 2 drops of iodine solution to it, observe the color. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എന്താ ചെയ്യുന്നത്, കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക, അതിന് ശേഷം 2-3 ഡ്രോപ്പ് അയോഡിൻ സൊല്യൂഷൻ അതിലേക്ക് ഇടുക. അപ്പോൾ എന്ത് കളറാണ് നമ്മൾ നോട്ടീസ് ചെയ്യുക? Have you been understood how to detect the presence of starch in food items? അപ്പോൾ ഏതൊക്കെ നമുക്ക് അതിൽ ടെസ്റ്റ് ചെയ്യാം? എഗ്, ബനാന, ടാപ്പിയോക്ക, മിൽക്കും ഇതുപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ്? നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണ്? കണ്ടക്ട് ദി എക്സ്പെരിമെന്റ് ഓൺ മോർ ഫുഡ്, അതായത് കുറെ കൂടെ ഫുഡ് ഐറ്റംസിൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എ ഡീപ് ബ്ലൂ കളർ ഇറ്റ് ഈസ് ഫോംഡ് വെൻ സ്റ്റാർച്ച് റിയാക്ട് വിത്ത് അയോഡിൻ സൊല്യൂഷൻ. അപ്പൊ സ്റ്റാർച്ച് അയോഡിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കളറാ ഫോം ചെയ്യുന്നത്? എ ഡീപ് ബ്ലൂ കളർ ഈസ് ബീൻ ഫോംഡ്. Then next, look at this pictures. ഈ പിക്ചർ നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? What is your observation about the growth of these 2 children? അല്ലേ, ഈ 2 കുട്ടികളുടെ വളർച്ചകൾ തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ എന്തൊക്കെ ഡിഫറൻസ്? One very weak, next one it is strong. അപ്പോൾ behind growth, വളർച്ചയുടെ പിന്നിൽ എന്താ? Protein is a major food constituent that help the development and growth of the body. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഗ്രോത്തും വളർച്ചയും ഒക്കെ നിർണ്ണയിക്കുന്നത് എന്താണ്? പ്രോട്ടീൻ. ഓക്കെ, protein is essential for the formation of cells, hair, digestive juices, etc. in the body. അപ്പോൾ ഇത് എന്തിനൊക്കെ ആവശ്യമാ? for the formation of cells, hair, മുടി, digestive juice, അല്ലെ, ദഹനം കറക്റ്റ് രീതിയിൽ നടക്കാൻ. പ്രോട്ടീൻ പ്രൊഡ്യൂസസ് എനർജി ഇൻ ദ ആബ്സെൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ആ കാർബോഹൈഡ്രേറ്റിന്റെ അഭാവത്താൽ എന്താണ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുക? പ്രോട്ടീൻ. ഓക്കെ, protein contain what it contain? Carbon, hydrogen, oxygen, nitrogen and sulfur. In accordance with the body weight, one should obtain protein from diet at the rate of 1 gram. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീൻ ഡയറ്റ് എടുക്കേണ്ടത്. That is, when a person it is having this much kilogram, he should take. So 1 kilogram represents 1 gram per kilogram. Okay. Do you know your weight? How many gram of protein? If we are 25 kilogram, we have to take 25 gram. Then deficiency of protein lead to the retardation of growth. അപ്പോൾ in the picture we have seen, no, നമ്മൾ എന്താ ഈ പിക്ചറിൽ കണ്ടത്? Retardation of growth, അല്ലെ, വളർച്ച മുരടിച്ചത്. Kwashiorkor is a disease that is caused by the deficiency of proteins. പ്രോട്ടീന്റെ അഭാവത്താൽ ഉണ്ടാവുന്ന രോഗത്തെ നമ്മൾ എന്താ പറയുക? Kwashiorkor. The body of the affected will be weak and with a protruded belly. അല്ലെ, ദേഹം എന്തായിരിക്കും? ശോഷിച്ചിരിക്കും, വയറ് ഉന്തിയിട്ടിരിക്കും. From which food items do we get plenty of protein? ഏത് ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് ധാരാളം പ്രോട്ടീൻ ലഭിക്കുക? Examine the quantity of protein contained in different food items. അപ്പോൾ പ്രോട്ടീന്റെ അളവ് ഓരോ ഭക്ഷണ സാധനത്തിലും എത്രയാണെന്ന് നമുക്ക് നോക്കാം. അല്ലെ, ചാർട്ടിൽ എന്താ തന്നിരിക്കുന്ന? ഫുഡ് ഐറ്റം ആൻഡ് പ്രോട്ടീൻ. റൈസ് എത്ര ഗ്രാം ഉണ്ട്? പ്രോട്ടീൻ 6.8. വീറ്റ്, ഗോതമ്പ് 11.8. കാഷ്യൂ നട്ട് 21.2. സാർഡിൻ മീൻസ് ഫിഷ് 19.6. duck 21.6. duck's egg 13.5. hen's egg 13.5. mutton it contains 21.4. then cow's milk 3.2. green gram ചെറുപയർ 24. groundnut നിലക്കടല 17.1. so these are the food items which contain the proteins in the respective grams. Okay, do you get the required amount of protein from your daily diet? അതായത് നിങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീൻ നിങ്ങളുടെ നിത്യ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നുണ്ടോ? What is the advantage of supplying green gram as a part of the midday meal in schools? അപ്പോൾ സ്കൂളിലൊക്കെ ഈ ചെറുപയർ കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? Because it contains lot of protein. We can detect the presence of protein in a food item by the following experiment. അല്ലെ, പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ള മനസ്സിലാക്കാൻ സ്റ്റാർച്ച് നമ്മൾ ഒബ്സർവ് ചെയ്തു യൂസിങ് അയോഡിൻ. ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക. അതിന് ആവശ്യമായ മെറ്റീരിയൽസ് ഏതൊക്കെയാ? copper sulfate, water, sodium hydroxide, dropper, beaker, egg white and test tube. These are the equipments we need to make the
to find whether the protein is present or not. Appa procedure. What is the procedure taken? Add water to egg white and stir it well. അതായത് കോഴിമുട്ടയുടെ വെള്ളയില്ലേ അത് മാത്രം മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. Take it up to a quarter of a test tube. എന്നിട്ട് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിന്റെ കാ ഭാഗത്തോളം നിറയ്ക്കുക. Add to 8 to 10 drops of 1% concentrated sodium hydroxide. അതായത് ഓരോ സബ്സ്റ്റൻസും കോൺസെൻട്രേറ്റഡും ഡൈല്യൂട്ടഡ് ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ എടുക്കുന്നത് 8 to 10 ഡ്രോപ്പ് വരെ 1% കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? നന്നായിട്ട് ഇളക്കും. Stir it and add. പിന്നെന്താ നമ്മൾ ആഡ് ചെയ്യാൻ പോണേ? 2 drops. 2 ഡ്രോപ്പ് എന്താ? 1% concentrated copper sulfate. So we are taking concentrated sodium hydroxide and concentrated copper sulfate solution. Okay. The appearance of white color indicates what it indicates. It indicates the presence of protein. അപ്പോൾ violet color എന്താ indicate ചെയ്യണത്? Protein അതിൽ present ആണ് എന്നാണ് നമ്മുടെ observation. അപ്പോൾ this should be written in your science diary. Okay. Repeat the experiment. ഈ എക്സ്പെരിമെന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. എഗിന്റെ പകരം എന്താ എടുക്കുന്നത്? ഗ്രീൻ ഗ്രാം ചെറുപയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Whatever the substance containing protein can be done using this experiment. Third one is fat. അല്ലേ? കൊഴുപ്പ്. Here are the pictures of some food items we use every day. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്? കുറച്ച് ഫുഡ് ഐറ്റംസ് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ എടുക്കാറ്? Which type of food enables the body to get oil and ghee? അപ്പൊ എണ്ണയും നെയ്യൊക്കെ നമുക്ക് എങ്ങനെയാ ലഭിക്കുന്നത്? If there is no fat, കൊഴുപ്പില്ലെങ്കിൽ എന്താ സംഭവിക്കുക? Fat is one of the food constituents required by our body in small quantities. അല്ലെ? കൊഴുപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിക്ക് ആവശ്യമായത് കുറച്ച് ശതമാനം ആവശ്യമായ ഒരു വസ്തുവാണ്. Meat, fish, milk products, egg, different kind of peas, etc. contain fat. അപ്പൊ ഫാറ്റ് കണ്ടെയ്ൻ ചെയ്ത ഭക്ഷണ സാധനം ഏതൊക്കെയാണ്? മീറ്റ് ഉണ്ട്, ഫിഷ്, then milk products, egg. Okay, peas, different kinds of peas. Different kinds of oil and ghee are fat extracted from many food items. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഓയിൽ ആൻഡ് ഗീ ലഭിക്കുന്നത് അല്ലേ? Then fat also provide energy like carbohydrates. കാർബോഹൈഡ്രേറ്റിന്റെ പോലത്തെ എനർജി ആര് സപ്ലൈ ചെയ്യും? ഫാറ്റും സപ്ലൈ ചെയ്യും. Certain vitamins, ചില വിറ്റമിൻസ് ഉണ്ട് അതെന്താ? ഫാറ്റിൽ മാത്രം ലയിക്കുന്നവ. To get the അത് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. To get the vitamins is essential to include fat in our diets. അപ്പൊ എന്താണ്? നമുക്ക് വൈറ്റമിൻ നമ്മുടെ ദേഹത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? കൊഴുപ്പും കൂടി അതിൽ ഉണ്ടായിരിക്കണം. Listen to reverse doubt. What is reverse doubt? What is your opinion about it? How can we detect the presence of fat in the diet, in the food items? അപ്പൊ ഫാറ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Pour a few drop of oil on the white paper. അല്ലെ? ഒരു വെള്ള കടലാസിൽ കുറച്ച് ഓയിൽ ഇട്ടിക്കുക. Then dry it in the sun and observe. അല്ലെ? വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പൊ എന്താണ്? എണ്ണയുടെ എന്തെങ്കിലും പാട് കാണുകയാണെങ്കിൽ presence of oil. Same you do with this lady's finger also. Then next, if in excess, അതായത് ഈ സബ്സ്റ്റൻസസ് ഒക്കെ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കുക? One person, what is telling? He got his blood tested yesterday. അപ്പൊ അയാള് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എന്തൊക്കെയാ കണ്ടത്? അതിൽ ഷുഗറും കൊളസ്ട്രോളും കണ്ടു. അപ്പൊ ലാബ് റിപ്പോർട്ടിൽ ഷുഗറും കൊളസ്ട്രോളും തന്നിട്ടുണ്ട്. അത് എത്ര എമൗണ്ട് വരെ നമ്മുടെ ദേഹത്ത് പാടും എന്ന വാല്യൂസ് കൂടി തന്നിട്ടുണ്ട്. ഈ മനുഷ്യന്റെ this പേഴ്സന്റെ ഷുഗർ എത്രയാണ്? It is 80. നമുക്ക് നോർമൽ എത്രയാ? 70 to 110 milligram per dl. കൊളസ്ട്രോൾ ആണെങ്കിലോ 230. It is found to be high. എത്ര വരെ വരാം? Up to 200 milligram per dl. Look at the lab report. What is the normal level of cholesterol? Fat and cholesterol. Cholesterol is one form of fat. അല്ലെ? കൊഴുപ്പിന്റെ വേറൊരു ഫോം ആണ് എന്ത്? കൊളസ്ട്രോൾ. Besides obtaining from food, the body also, അല്ലെ? ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതിന് കൂടാതെ നമ്മുടെ ദേഹം സ്വയം പ്രൊഡ്യൂസ് ചെയ്യും എന്ത്? കൊളസ്ട്രോൾ. If the level of cholesterol becomes high, it adheres to the inner walls of the blood vessels and prevents the flow of blood. അല്ലെ? അപ്പൊ എന്താ ചെയ്യുക? കൊളസ്ട്രോൾ കൂടുതലായി കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് പോണ കുഴലില്ലേ അതിന്റെ സൈഡിലൊക്കെ ഇത് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പൊ എന്താണ്? ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഹാർട്ടിൽ പമ്പിങ് നടക്കില്ല, എല്ലാ ഭാഗത്തും ബ്ലഡ് റീച്ച് ചെയ്യില്ല. This results in cardiac diseases. Hence excessive fatty food is not. അപ്പൊ കൂടുതലായിട്ട് കൊഴുപ്പ് കഴിക്കുന്നത് it is not advisable.
Don't you like fried food items very much? നിങ്ങൾക്കൊക്കെ ഫ്രൈ ചെയ്ത ഐറ്റംസ് ഇഷ്ടമാണ്. What will be the difference in the level of cholesterol if such food is taken in excess? അപ്പൊ അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് കൊളസ്ട്രോളിന്റെ ലെവൽ എങ്ങനെയായിരിക്കും? What are the changes to be adopted in your diet to control the level of cholesterol? അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളുടെ ഡയറ്റ് ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തേണ്ടത്? Discuss and write them in your science diary. This has to be discussed in your science diary. Next we are going to talk about is the vitamins. Fourth one is the vitamins. Examine a study reported related to our food habit. നമ്മുടെ പാറ്റേണിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുക. Name the vegetables and fruits that you take a day. In what quantity do you take them? Tablet in your science diary. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏതൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ആണ് നിങ്ങൾ ഒരു ദിവസം എടുക്കാറ്? എത്ര മാത്രം എടുക്കുന്നുണ്ട്? ഇത് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതി വെക്കുക. What is the significance of having fruits and vegetables? And here it is given the Indian medical, that is from a study report, the Indian Medical Research Council recommended that an adult Indian should consume, that is adult man should consume 295 gram of vegetables per day. അപ്പൊ 295 gram ആണ് ഒരു വ്യക്തി അല്ലെ എടുക്കേണ്ടത്. ബട്ട് ഇൻ ഇന്ത്യയിൽ എത്രയാണ് നമ്മൾ എടുക്കുന്നത്? 135. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡയറ്റ്. കേരളത്തിലാണെങ്കിലോ 50 മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അല്ലെ. ഹെൽത്ത്. Vitamins and minerals are nutrient factors that are inevitable for proper health and smooth functioning of physiological activities. They are required only in small quantities. Fruits, vegetables, milk, eggs are the storehouse of vitamins and minerals. അതായത് വിറ്റമിനും മിനറലും ആണ് എന്ത്? that are inevitable നല്ല ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്താണ്? വിറ്റമിൻസും മിനറൽസ് ആണ്. ചെറിയ എമൗണ്ടിൽ മാത്രം അത് മതി. ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിൽക്കും എഗ്ഗും എന്തൊക്കെയാണ്? വിറ്റമിന്റെയും മിനറൽസിന്റെയും സ്റ്റോർ ഹൗസ് അല്ലെ ധാരാളം അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ്, there are many kind of vitamins. Examine the illustration. അപ്പൊ വൈറ്റമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഫാറ്റ് soluble vitamins and water soluble vitamins. That soluble in fat അല്ലെ കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതാണ്? A, D, E, K. Then water soluble, it is B and C. So we can start learning. Vitamin A. vitamin A ഏതിനൊക്കെയാ ആവശ്യം? Health of eye, skin, hair, etc. അല്ലെ. അപ്പൊ വൈറ്റമിൻ എ നമുക്ക് എവിടെ നിന്നൊക്കെയാ ലഭിക്കുക? ക്യാരറ്റ്, then amaranthus, milk products, liver, pea leaves, taro leaves, moringa leaves അല്ലെ. അപ്പൊ ക്യാരറ്റ്, ചീര, മുരിങ്ങ, മിൽക്ക് പ്രൊഡക്റ്റിൽ നിന്ന്, പിന്നെ കരൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ലഭിക്കും? വൈറ്റമിൻ എ ലഭിക്കും. അത് ഏതിനാ യൂസ്ഫുൾ? ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഹെൽത്ത് of skin, eye and hair. Next one is D. D എന്തിൽ നിന്നാ നമുക്ക് ലഭിക്കുക? സൺലൈറ്റും മിൽക്ക് പ്രോഡക്ട്സിൽ നിന്നും. ഇതിന്റെ ഉപകാരം എന്താ? ഇറ്റ് ഈസ് ഹെൽത്ത് ഓഫ് ബോൺ ആൻഡ് ടീത്ത് ആൻഡ് അബ്സോർപ്ഷൻ അല്ലെ. എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്താണ്? കാൽഷ്യം, ഫോസ്ഫറസും. അത് നമുക്ക് ഇതിൽ നിന്നാ ലഭിക്കുക? ഇറ്റ് ഈസ് ഫ്രം ദ സൺലൈറ്റ് ആൻഡ് ഓൾസോ ഫ്രം മിൽക്ക് പ്രോഡക്ട്സ്. Then third one, it is E. വെജിറ്റബിൾ ഓയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? വിറ്റാമിൻ ഇ കിട്ടുക. ഹെൽത്ത് ഓഫ് നെർവ്സ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ് അല്ലെ. നെർവ്സിന്റെയും ബ്ലഡ് സെൽസിന്റെയും ഒക്കെ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്താണ്? വിറ്റാമിൻ ഇ ആണ്. നെക്സ്റ്റ് ഇസ് ദ കെ. കെ ഏതിലൊക്കെയാ കാണുക? കാബേജ്, അമരാന്തസ് ആൻഡ് കോളിഫ്ലവർ. കാബേജ്, ചീര, കോളിഫ്ലവർ ഇതിലൊക്കെയാണ് കെ കാണാറ്. ഹെൽപ്പ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഇൻ വൂണ്ട്സ് അല്ലെ. ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ? ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കും. ഇറ്റ് വിൽ cause damage to the patient. So in order to form the clotting of the blood in wounds, vitamin K is essential. Next we are talking about vitamins that are soluble in water, that is the B and C. B means brain of cereals, egg, milk, taro leaves അല്ലെ. ബ്രാൻ ഓഫ് സീരിയൽസ്, തവിടില്ലേ, തവിട്, പിന്നെ മുട്ട, പാല്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വിറ്റമിൻ ബി കിട്ടുന്നത്. ഇറ്റ് ഈസ് യൂട്ടിലൈസേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ അല്ലെ. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അതുവഴി നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കും. പിന്നെയോ റെഡ് ബ്ലഡ് സെൽസ് അല്ലെ, രക്തത്തിന് ആവശ്യമായ റെഡ് ബ്ലഡ് സെൽസും സ്കിന്നിന്റെ പ്രൊട്ടക്ഷനൊക്കെ ഇത് സഹായമാണ്. പിന്നെ സി, ഫ്രൂട്ട്സ്, ഗൂസ്ബെറി, മുരിങ്ങ ലീവ്സ് ആൻഡ് പപ്പായ. ഫ്രൂട്ടിലും മുരിങ്ങ ലീവും, പിന്നെന്താ നെല്ലിക്ക, നാരങ്ങ, അങ്ങനത്തെ ഇതിലൊക്കെ എന്തുണ്ട്? പപ്പായ, വൈറ്റമിൻ സി ഉണ്ട് അല്ലെ. ഇതെന്തിനൊക്കെയാ? പല്ല്, മോണ,
blood cells, skin ഇതിനൊക്കെ useful ആണ്. What are the health hazards caused by the deficiency of vitamin A? എന്തൊക്കെ ബുദ്ധിമുട്ടാണ് vitamin A കൊണ്ടുണ്ടാവുന്നത്? Deficiency കൊണ്ടുണ്ടാവുന്നത് ഏതൊക്കെയാ? Health of eye, skin, hair, etc. What are the food items to be included in the diet of a person suffering from ill health of gums? Gum നമ്മൾ പഠിച്ചു എന്താ അത്? C ആണ് ഉൾപ്പെടുത്തേണ്ടത്. ഏതിൽ നിന്ന്? Fruits, gooseberry, മുരിങ്ങ. Then what happens if the intake of fat is very low? Vitamin E, അല്ലേ? Vegetable oils, vitamin E nervesനും blood vesselsനും ആവശ്യമായതാണ്. Intake of fat low ആണെങ്കിൽ nervesനും blood vesselsനും അത് affect ചെയ്യും. Dissolved in water, B and C ആണ്. Infants who have not started taking food item are exposed to mild sunlight, forest sunlight. എന്തിനാ? vitamin D supply ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ analyze illustration and prepare notes. If not kept covered, അതായത് fruits and vegetables when cooked, the vitamin C in the അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുക്ക് ചെയ്യണ സമയത്ത് അതിൽ നിന്ന് എന്താ നഷ്ടപ്പെടുക? വൈറ്റമിൻ സി നഷ്ടപ്പെടും. കാരണം എന്താ? തുറന്നിട്ട് വേവിക്കണ സമയത്ത് ഈ vitamin C it will react to the air present, so we have to close it. Okay, close it while cooking. Then have you paid attention to the words of the housewife? What she is telling, that is she will wash and drain out the water. എന്തുകൊണ്ടായി? അതിൽ പെസ്റ്റിസൈഡ് അല്ലേ? Too much of pesticide it is being used. Advisable to wash vegetables after chopping them. Why? Because they are using continuous pesticides and insecticides. Next one is minerals. Your daughter is anemic, give her plenty of leafy vegetables. Leafy vegetables will provide strength through the red blood cells. How is anemia cured? By leafy red blood cells activity here. Then next we are talking about iron, calcium, phosphorus, sodium and iodine. I first start with iron. Synthesis of hemoglobin in blood. അപ്പോൾ അയണിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഹീമോഗ്ലോബിന്റെ സിന്തസിസ് ടേക്ക് പ്ലേസ് ചെയ്യും. അത് എന്തിലൊക്കെയാണ് ഉണ്ടാവുക? അയൺ വന്നിട്ട് സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്തിലാ? ലീഫി വെജിറ്റബിൾസ് ഉണ്ട്, പംകിന്, ഹോസ്ഗ്രാം, ഗാജറി ആൻഡ് ലിവർ അല്ലെ? ഇലക്കറികള്. പിന്നെന്താ? കുമ്പളങ്ങയിലുണ്ടാവും ഹോസ്ഗ്രാം, ഗാജറി, then liver, ശർക്കര, കരൾ ഇതിലൊക്കെ ഉണ്ടാവും. Calcium and phosphorus for the formation. Calcium, phosphorus we already studied. എന്തിനൊക്കെയാണ്? For the bones and teeth and also for the functioning of muscles and nerves അല്ലെ? ബോൺസും ടീത്തും മസിൽസും നെർവ്സിനൊക്കെ. ബനാന, ടാപ്പിയോക്ക, യാം, ലീഫി വെജിറ്റബിൾസ് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് അല്ലെ? ചേന, പിന്നെ വാഴപ്പഴം, പിന്നെന്തൊക്കെയാണ്? കപ്പ, ലീഫി വെജിറ്റബിൾസിലൊക്കെ ഇതുണ്ടാവും. സോഡിയം ആണെങ്കിലോ നമുക്ക് ഉപ്പിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മുടെ വാട്ടർ റീറ്റെയിൻസ് വാട്ടർ നീഡഡ് ഇൻ ദ ബോഡി അല്ലെ? നമ്മുടെ ദേഹത്തെ വാട്ടർ ബാലൻസ് കീപ്പ് അപ്പ് ചെയ്യും. അയഡിൻ ആണെങ്കിലോ ഫോർ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് ഫോർ മെന്റൽ ഡെവലപ്മെന്റ് അല്ലെ? തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റും മെന്റൽ ഡെവലപ്മെന്റും സഹായിക്കും. കടൽ ഭക്ഷണത്തിലാണ് ഇത് കാണാറ്. The deficiency of which element causes anemia in a child? അപ്പോൾ ഒരു കുട്ടിക്ക് ഈ അനീമിയ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അയണിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത് അല്ലെ? അയൺ എവിടുന്ന പ്രൊഡ്യൂസ് ചെയ്യണം? ഇറ്റ് ഈസ് ഫ്രം ദ ഹീമോഗ്ലോബിൻ. What are the health hazards caused by the lack of leafy vegetables in the diet? Lack of leafy vegetables എന്ന് പറയുമ്പോൾ ഇലക്കറികളുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കാൽഷ്യം, ഫോസ്ഫറസ് ലഭിക്കില്ല അല്ലെ? പിന്നെ അയൺ ഉണ്ടാവില്ല. ഇതൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കില്ല. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസസ്. ദ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രീഷൻ കോസസ് റിട്ടാർഡേഷൻ അല്ലെ? അപ്പൊ ന്യൂട്രീഷൻസ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ അളവിൽ ഇല്ലെങ്കിൽ എന്താണ്? വളർച്ച മുരടിക്കും. ആൻഡ് മെനി അതർ ഡിസീസസ്. ആ ഡിസീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസസ്. Didn't you earlier learned about certain diseases caused by the deficiency of protein? പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി നമ്മൾ പഠിച്ചതാണ്. കാഷ്യോക്കറൊക്കെ ഉണ്ടാകണതിനെ പറ്റി അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെന്താ? വൈറ്റമിൻ എ, ബി, സി, ഡി തന്നിട്ടുണ്ട്. അയണും അയോഡീനും തന്നിട്ടുണ്ട് അല്ലെ? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി എന്താ ഉണ്ടാക്കുക? നൈറ്റ് ബ്ലൈൻഡ്നെസ്. ദാറ്റ് ഈസ് ഡിഫിക്കൽട്ടീസ് ടു സീ. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ രാത്രി കണ്ണു കാണാൻ ബുദ്ധിമുട്ട്. ദെൻ വൈറ്റമിൻ ബി, മൗത്ത് സോഴ്സ്, ലീഷേഴ്സ് ഇൻ ദ മൗത്ത്, വായിലൊക്കെ പുണ്ണു വന്നിരിക്കുക. വൈറ്റമിൻ സി, സ്കർവി, പസ് ആൻഡ് ബ്ലീഡിംഗ് ഇൻ ഗംസ് അല്ലെ? പല്ലിലും മുണയിലൊക്കെ ചോരയും പഴുപ്പും. വൈറ്റമിൻ ഡി, റിക്കറ്റ്സ്, ബോൺസ് എന്താവും? നല്ല വീക്ക് ആയിട്ട് വളഞ്ഞിരിക്കും. വൈറ്റമിൻ അയൺ വന്നിട്ട് അനീമിയ, ലാക്ക് ഓഫ് ബ്ലഡ് ആൻഡ് പെയിൽനെസ്, എപ്പോഴും ക്ഷീണവും തളർച്ചയും.
അയോഡിൻ ആണെങ്കിലോ ഗോയിറ്റ്, സ്വെല്ലിംഗ് ഇൻ ദ ത്രോട്ട്, അതായത് തൊണ്ടയിൽ വീർമ. Analyze the table and find your inference. Non-nutrition factors. Non-nutrition factors like water and fiber are also be included in the diet. Decide nutrition factors. അപ്പോൾ നോൺ ന്യൂട്രീഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നാരുള്ളതും വെള്ളം ഇതൊക്കെ നമ്മുടെ ശരീരത്ത് ധാരാളം ആവശ്യമാണ് അല്ലേ. വാട്ടർ എന്താ പറയണത്? വാട്ടർ കോൺസ്റ്റിറ്റ്യൂട്ട് 2/3 ഓഫ് അവർ ബോഡി വെയിറ്റ് അല്ലേ. മുക്കാ ഭാഗവും എന്താണ്? വെള്ളമാണ്. 2 ഭാഗവും വെള്ളമാണ്. 85% ഓഫ് ബ്രെയിൻ, ബ്രെയിനിൽ 85%, 95% ബ്ലഡിലും 25% എന്തിലാണ്? ബോൺസിലും. വാട്ടർ ആക്ട്സ് ആസ് എ മീഡിയം ഫോർ മെനി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി അല്ലേ. ഡൈജഷനൊക്കെ അത് സഹായിക്കും. വാട്ടർ, presence of water, 2 to 5 liters of water it is being excreted through urine, sweat etc. അപ്പൊ എന്താണ്? ധാരാളം വെള്ളം നമ്മൾ കുടിക്കണം. Then fibers are a kind of carbohydrate which are available in vegetarian food and cannot be digested by the body. ഫൈബർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ഒരു തരമാണ്. വെജിറ്റബിൾ, പച്ചക്കറികളിൽ നിന്നാണ് നമുക്കത് ധാരാളം ലഭിക്കുന്നത്. പിന്നെന്താണ്? they are mainly composed of cellulose. സെല്ലുലോസ് അതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. though they provide no nutrient to the body, they help in the movement of excretory materials. അപ്പൊ അതായത് അവര് നമ്മുടെ ദേഹത്ത് ഒരു ന്യൂട്രീഷൻസും തന്നില്ലെങ്കിലും എന്താണ്? excretory material in a large intestine അല്ലെ, excretion സഹായിക്കും. cereals containing brain, leafy vegetables, vegetable stem and bud of plantain, അതായത് തവിടും ഇലക്കറികളും പിന്നെന്താണ്? പ്ലാന്റൈൻ, വാഴത്തണ്ട്, വാഴക്കൂമ്പ്, ഇതിലൊക്കെ എന്താണ്? ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഹൗ മച്ച് വാട്ടർ ഡു യു ഡ്രിങ്ക് എവറി ഡേ? ഒരു ദിവസം എത്രമാത്രം വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്? വാട്ട് ആർ ദ ഫുഡ് ഐറ്റം ദാറ്റ് വാട്ടർ? അപ്പൊ ഇത് കൂടാതെ വേറെയൊക്കെ ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളിലൂടെയാണ് നമുക്ക് വെള്ളം അവൈലബിൾ ആവുക? വാട്ടർ ഇൻടേക്ക് ഓഫ് ഫുഡ് മെയ്ഡ്, മൈദ പോലത്തെ ഭക്ഷണ സാധനങ്ങളില്ലേ, അത് കൂടുതൽ കണ്ടമാനം എടുത്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കും? ഹാവിന്റ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറെന്റ് ന്യൂട്രീഷൻ ഫാക്ടേഴ്സ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ്? ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി അല്ലേ. While selecting food, I have been eating only tasty food all these years. ഞാൻ എന്താ ടേസ്റ്റുള്ള ഫുഡ് മാത്രമേ ഇത്ര കാലം എടുത്തിരുന്നുള്ളൂ. ഈറ്റിംഗ് ഓൺലി ഫുഡ്. അപ്പൊ മറ്റേ കുട്ടി എന്താ പറയണത്? എനിക്കുള്ള ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഡിഡ് യു നോട്ടീസ് ദ കൺവേഴ്സേഷൻ? ഡു യു ഗെറ്റ് ഓൾ ദ ന്യൂട്രിയൻ ബൈ ഈറ്റിംഗ് ഓൺലി ഫുഡ്? ലൈക്ക് അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചത് കൊണ്ട് നമുക്ക് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുമോ? ഇല്ല. ബാലൻസ്ഡ് ഡയറ്റ്, ഏത്? ഫുഡ് that contain all nutrient, എല്ലാ ന്യൂട്രിയനും അടങ്ങിയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ലീഫി വെജിറ്റബിൾ, ക്യാരറ്റ്, ബനാന, ഗോവ വെജിറ്റബിൾസ്, then green gram, fish, bengal gram, milk, dal, egg, meat, oil, ghee, puttu dosh, chapati, then rice, tapioca, sweet potato. This is that which is contained in the balanced diet. Consider while preparing a routine menu chart. അപ്പോൾ ഒരു 3 സ്റ്റുഡൻസ് എന്ത് ചെയ്തു? അവരൊരു മെനു ചാർട്ട് ഉണ്ടാക്കി അല്ലേ. മോർണിംഗ്, ഈവനിങ്, നൈറ്റ് കഴിക്കേണ്ട ഒരു ചാർട്ട് ഉണ്ടാക്കി. അപ്പൊ അതിൽ മോർണിംഗിൽ അനിലും മിനിയും സിനാനും കൂടിയിട്ടാണ് ആ ചാർട്ട് ഉണ്ടാക്കിയത്. അപ്പൊ അനിൽ എന്താ പറയണേ? മോർണിംഗിൽ എന്തൊക്കെയാ എടുക്കേണ്ടത്? ഇഡ്ലി, സാമ്പാർ ആൻഡ് മിൽക്ക്. മിനിയോ പൊറോട്ട, എഗ് കറി, മിൽക്ക്. സിനാൻ ഇഡ്ലി, ചട്നി. ദെൻ നൂൺ ടൈമിൽ എന്താ? റൈസ്, പീസ് കറി, അമരാന്തസ്, ഫിഷ്. മിനി ആണെങ്കിലോ റൈസ്, ചിക്കൻ കറി ആൻഡ് സാമ്പാർ. സിനാൻ റൈസ് ആൻഡ് ഫിഷ് കറി. നൈറ്റ് ആണെങ്കിലോ ബനാന, ചപ്പാത്തി, വെജിറ്റബിൾ കുർമ. മിനി ആണെങ്കിൽ ചപ്പാത്തി ആൻഡ് പൊട്ടാറ്റോ കറി, ചപ്പാത്തി ആൻഡ് എഗ് കറി. വിച്ച് ഫുഡ് ചാർട്ട് ഈസ് മോർ ബാലൻസ്ഡ്? ഇതിൽ ഏത് ചാർട്ടാണ് മോർ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നത്? ഡിവേഴ്സ്. ക്യാൻ യു പ്രിപ്പയർ ഡിവേഴ്സ്? ഇതിന്റെ വേറൊരു ബാലൻസ്ഡ് ഫുഡ് ഐറ്റം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? ഫുഡ് ചാർട്ട്. ട്യൂബേഴ്സ് ആൻഡ് ലീഫി വെജിറ്റബിൾസ്. അപ്പൊ എന്തൊക്കെയാ അതിൽ വന്നിരിക്കുക? ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ തരത്തിലുള്ള ട്യൂബറും ലീഫി വെജിറ്റബിൾസും. അതിൽ വൈറ്റമിൻ എ, B1, B2, C, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ എത്രമാത്രം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഈ ചാർട്ടിൽ നിന്ന് ലഭ്യമാണ്. പിന്നെ അവിയൽ ഉണ്ടാക്കാനുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കട്ട് വെജിറ്റബിൾസ് ഇൻ ടു ലോങ് ആൻഡ് നാരോ സ്ലൈസസ്. ആൻഡ് 1 സ്പൂൺ ഓഫ് ടർമറിക്. മഞ്ഞപ്പൊടി, ഉപ്പിടുക. കുക്കിറ്റിനെ ഫ്ലാറ്റ് വൈസ്, പരന്ന വശത്തിൽ പാകം ചെയ്യാം. ആൻഡ് ദ ഗ്രൗണ്ട്നട്ട് കോക്കനട്ട് ആൻഡ് ഗ്രൗണ്ട് കോക്കനട്ട് അല്ലെ, നാളികേരം, പച്ചമുളകും കൂടി ചതക്കുക. പിന്നെ ആഫ്റ്റർ ടേക്കിംഗ് ഇറ്റ് ഔട്ട് ഫ്രം ദ സ്റ്റോവ്, അടുപ്പിൽ നിന്ന് എടുത്ത ശേഷം എന്താ? ഇത്തിരി തൈര് എടുത്തിട്ട് സ്റ്റിർ ചെയ്യുക. പിന്നെ എന്താ? എണ്ണയും വെളിച്ചെണ്ണയും കറി ലീവ്സും ആഡ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക. Is avial included in the food chart you prepared? What all nutrient do you get from avial included in you might have understood that the nutrient present in various food materials. Is it necessary to change your food habit in order to get all new? അപ്പോൾ അവിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിലെ എല്ലാ ഫുഡ് ഐറ്റംസും
അല്ലേ? എല്ലാ വെജിറ്റബിൾസും മെജോറിറ്റി ഓഫ് ദി വെജിറ്റബിൾസ് അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു ബെസ്റ്റ് ഫുഡ് സപ്ലൈ ആണ് അല്ലേ? ന്യൂട്രിയൻ സപ്ലൈ ആണ്. ചേഞ്ച് ഫുഡ്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം നമ്മൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കിട്ടാൻ? ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചത്. If you are interested, please do subscribe my channel Teacher at Home and do share to all your friends. Okay, thank you.